കോഴിക്കോട് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയ്ക്ക് സമീപം താമസിക്കുന്ന വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. അടിക്കടി ചോർച്ചയുണ്ടാവാറുണ്ടെന്നും ഇന്ധനം പരന്നൊഴുകുന്നത് ഇതാദ്യമല്ലെന്നും സംഭരണ കേന്ദ്രത്തിനടുത്തു താമസിക്കുന്നവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഈ പിറകുവശത്തോടു കൂടി ഒഴുകുന്ന ഈ ഓവുചാലിലൂടെയാണ് ഇന്ധനം കാര്യമായിട്ട് തന്നെ എത്തുന്നത്. അവിടെ ഈ ഓവുചാലിൽ ഈ ഇന്ധനം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തെല്ലാം നിരവധി വീടുകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ആ വീട്ടുകാരെല്ലാം തന്നെ വളരെ കാലമായി ആശങ്കയിൽ കഴിഞ്ഞൊരു സാഹചര്യവുമാണ്. ഇപ്പോൾ ഈ സമീപത്ത് തന്നെ ഈ ഓവുചാലിന്റെ തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അവരുടെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ അവർ പറയും മാസ്ക് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എപ്പോഴും മാസ്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പുറത്ത് പോകുന്നവർക്ക് പ്രശ്നമില്ല. വീട്ടിലിരിക്കുന്ന പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉമ്മയുണ്ട്, രോഗിയാണ്. ഒക്കെ ഒരുപാട് വട്ടം കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. അവർ വന്ന് അന്വേഷിക്കും, പിന്നെ ഒന്നുമില്ല, അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ വീടിന്റെ കിണറുകളുടെയൊക്കെ അവസ്ഥ എന്താ? നമുക്ക് ഇവിടെ കിണറുണ്ട്, പക്ഷെ അത് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതെല്ലാം അവർ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പിന്നെ പൈപ്പ് ലൈനാണ് എല്ലാവർക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ രാവിലെ നമ്മൾ ഇപ്പം ഇന്നിങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, ഇന്ധനത്തിൻ്റെ സ്മെല്ലുണ്ട്, ഇന്ധനം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഈ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഒരു തീ കത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ അങ്ങനെ ഭയമുണ്ടോ? ഭയം ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ കത്തിച്ച് ഉപയോഗിച്ചപ്പം കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. ഇപ്പം എന്താ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്താ ഇവിടെ? ഒന്നെങ്കിൽ അവരിത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് സേഫ് ആക്കണം. നാട്ടിലെ ആൾക്കാരൊന്ന് സേഫ് ആക്കണം. നമ്മളിപ്പോൾ കൂടുതലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ 5 വീടാണുള്ളത്. പിന്നെ റെയിലിന് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്, വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. പക്ഷെ എന്നാലും നമുക്കാണ് കൂടുതൽ പേടിക്കേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ സേഫ് ആക്കുക, അല്ലെങ്കിൽ അവരത് സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഈ ഓവുചാലിൽ ഇന്ധനം പിന്നെ ഡീസൽ ഇങ്ങനെ ഒഴുകുന്നത് നേരത്തെ ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത് ഇടയ്ക്ക് അങ്ങനെ വരുമ്പോൾ അവർ പോയി, നാട്ടുകാരെല്ലാവരും പോയി പറഞ്ഞ് അത് സ്റ്റോപ്പ് ആക്കുക. ഇങ്ങനെ ഓവറായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ വരുന്നതിന് മുമ്പേ ഉണ്ടോയെന്നുള്ളത് നമുക്കറിയുന്നില്ല. അത് തന്നെയാണ് വളരെ കാലമായി ഇത്തരത്തിലൊരു പ്രശ്നം ചെറിയ രീതിയിലെല്ലാം തന്നെ ഇവിടെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപത്തെ തന്നെ ഉള്ള ഒരാൾ നമ്മളോട് പറയുന്നത്, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ നമ്മളടുത്ത് പറയുന്നത് അവർക്ക് ഭയമുണ്ട്. പലപ്പോഴായിട്ട് ഇവരോട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ്, പക്ഷേ കാര്യമായി പരിഹാരം ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഈ ഭക്ഷണം പാചകം ചെയ്യാനായി ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പോലും ഒരു ഭയമുണ്ടായിരുന്നു, പക്ഷേ ഒരു വിശ്വാസത്തോടു കൂടി അത് കത്തിച്ചു, പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ക്യാമറമാൻ വിനോദ് മൊറായിക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.